കാനഡയിലെ കുടിയേറ്റ അപേക്ഷകളിലെ ബാക്ക്ലോഗ് കുറക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2025 മാർച്ച് മാസത്തിലെ കണക്കനുസരിച്ച് 8,21,200 അപേക്ഷകളാണ് ഇനി തീർപ്പാക്കാനുള്ളത്. ജനുവരിയിൽ ഇത് 8,92,100 ആയിരുന്നു. അതായത് ബാക്ക്ലോഗുകളുടെ കാര്യത്തിൽ 7.95% കുറവ് വന്നിട്ടുണ്ട്. തുടർച്ചയായി മൂന്നാമത്തെ മാസമാണ് തീർപ്പാക്കാനുള്ള അപേക്ഷകളുടെ എണ്ണം 1,00,000-ൽ താഴെയായി നിലനിർത്തുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണം. ട്രാവൽ ബീസ് പറയുന്നതനുസരിച്ച് 2025 ഫെബ്രുവരി വരെ 20,29,400 കുടിയേറ്റ അപേക്ഷകൾ പരിഗണനയിലുണ്ട്. ഇതിൽ 12,08,200 അപേക്ഷകളും IRCC നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തീർപ്പാക്കി കഴിഞ്ഞു. IRCC പലതരം കുടിയേറ്റ അപേക്ഷകളും പരിഗണിക്കുന്നുണ്ട്. എക്സ്പ്രസ് എൻട്രി, ഫാമിലി സ്പോൺസർഷിപ്പ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇതിന് IRCCക്ക് ചില സമയക്രമങ്ങളുണ്ട്. എക്സ്പ്രസ് എൻട്രി അപേക്ഷകൾക്ക് ഏകദേശം 6 മാസവും ഫാമിലി സ്പോൺസർഷിപ്പ് അപേക്ഷകൾക്ക് 12 മാസവുമാണ് എടുക്കാറുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം 80% അപേക്ഷകളും ഈ സമയത്തിനുള്ളിൽ തീർപ്പാക്കാൻ IRCC ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള 20% അപേക്ഷകൾ കൂടുതൽ സങ്കീർണമായതിനാലോ കൂടുതൽ രേഖകൾ ആവശ്യമായതിനാലോ വൈകാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. 2024 സെപ്റ്റംബറിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം 10,97,000 ആയിരുന്നു. ഇത് മുൻമാസത്തേക്കാൾ 1.73% കൂടുതലായിരുന്നു. 2024 ഒക്ടോബറിൽ 3.73% കുറഞ്ഞ് 10,56,100 ആയി. നവംബറിൽ വീണ്ടും 4.70% കുറഞ്ഞ് 10,06,500 ആയി. ഡിസംബറിൽ 6.38% കുറഞ്ഞ് 9,42,300 ആയി. 2025 ജനുവരിയിൽ 5.33% കുറഞ്ഞ് 8,92,100 ആയി. ഫെബ്രുവരി ആകുമ്പോഴേക്കും 7.95% കുറഞ്ഞ് 8,21,200 ആയി. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഫെബ്രുവരി 2025 ഏകദേശം 8% കുറവുണ്ടായിട്ടുണ്ട്. IRCC 8,42,600 സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകളാണ് 2025 ഫെബ്രുവരി വരെ പരിഗണിച്ചത്. ഇതിൽ എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, ഫാമിലി സ്പോൺസർഷിപ്പ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 4,78,600 അപേക്ഷകൾ, അതായത് 57% അപേക്ഷകൾ നിശ്ചിത സമയത്തിനുള്ളിൽ തീർപ്പാക്കി. ബാക്കിയുള്ള 3,64,000 അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. എക്സ്പ്രസ് എൻട്രി അപേക്ഷകളിലെ കാലതാമസം ഇപ്പോഴും കൂടുതലാണ്. 25% അപേക്ഷകളും 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. PNP അപേക്ഷകളിലെ കാലതാമസം 30%-ൽ നിന്ന് 36%-ആയി ഉയർന്നു. ഫാമിലി സ്പോൺസർഷിപ്പ് അപേക്ഷകളിലെ കാലതാമസം 15%-ൽ നിന്ന് 14%-ആയി കുറഞ്ഞു. വിസിറ്റർ വിസ അപേക്ഷകളിലാണ് ഏറ്റവും കൂടുതൽ കാലതാമസം ഉണ്ടായത്. 65% അപേക്ഷകളും വൈകിയാണ് പരിഗണിച്ചത്. സ്റ്റഡി പെർമിറ്റുകളിൽ 45% കാലതാമസമുണ്ടായി. വർക്ക് പെർമിറ്റുകളിൽ 34%-ആണ് കാലതാമസമുണ്ടായത്. 2023 ജൂലൈ മാസത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. അപേക്ഷകളിലെ ഈ കാലതാമസം കുറയ്ക്കാൻ IRCC ചില വഴികൾ തേടുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോമേഷൻ ആൻഡ് ഡിജിറ്റൽ പ്രോസസ്സിംഗ്. 80% വിസിറ്റർ വിസ അപേക്ഷകളും ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ച് വേഗത്തിൽ തീർപ്പാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എളുപ്പമുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കും. മറ്റൊന്ന് സ്റ്റഡി പെർമിറ്റ് നിയന്ത്രണമാണ്. പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ IRCC തീരുമാനിച്ചു. 2024 35% കുറവാണ് വരുത്തിയത്. അതായത് 3,60,000 സ്റ്റഡി പെർമിറ്റുകൾ മാത്രമേ നൽകുന്നുള്ളൂ. മറ്റൊന്ന് സ്ഥിരമായ കുടിയേറ്റ ലക്ഷ്യങ്ങളാണ്. കാനഡയുടെ 2025-27 ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് കുടിയേറ്റ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2025 4,85,000 സ്ഥിരതാമസക്കാരെയും 2026-ലും 27-ലും 5 ലക്ഷം സ്ഥിരതാമസക്കാരെയും കാനഡ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സഹായിക്കും. കുടിയേറ്റ അപേക്ഷകളിലെ കാലതാമസം കുറഞ്ഞത് യാത്ര ചെയ്യാനും പഠിക്കാനും കാനഡയ്ക്ക് കുടിയേറാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകും. ഇത് അപേക്ഷകരുടെ ആശങ്കകൾ കുറയ്ക്കുകയും എളുപ്പത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും വിസിറ്റർ വിസ, സ്റ്റഡി പെർമിറ്റ് തുടങ്ങിയ ചില അപേക്ഷകളിൽ ഇപ്പോഴും കാലതാമസമുണ്ട്. അതിനാൽ അപേക്ഷകർ മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് നല്ലതാണ്. IRCCയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, ഓട്ടോമേഷൻ, അപേക്ഷകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം, സ്ഥിരമായ കുടിയേറ്റ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സഹായിക്കും. ചില വിസകൾക്ക് കാലതാമസമുണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കും.